ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, കർത്താവിൻ്റെ സമ്മാനമായ പ്രിയപ്പെട്ട മക്കളെ, ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി നമുക്ക് സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ മക്കൾ അനുഭവിക്കുന്ന എല്ലാ പീഡകളെയും, മക്കളെ ഓർത്തുള്ള മാതാപിതാക്കളുടെ എല്ലാ നൊമ്പരങ്ങളെയും, എല്ലാ പ്രതിസന്ധികളെയും ഈശ്വര സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കുവാൻ, ദൈവാനുഗ്രഹത്തിലേക്ക് മക്കൾ നയിക്കുവാൻ മാതാപിതാക്കൾ നടത്തുന്ന അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ വേണ്ടിയിട്ട് പ്രയർ. ഇന്ന് 117-ാം ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ ചെറുപ്പകാലം മുതൽ അവർ വളർന്നു വന്ന സാഹചര്യം, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഏതെങ്കിലും സാഹചര്യത്തിൽ മാതാപിതാക്കളെ മക്കൾക്ക് ആവശ്യമുള്ള രീതിയിൽ സ്നേഹം പങ്കിടുവാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ, മക്കൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹത്തിലൂടെ അവരെ നയിക്കുവാൻ സാധിച്ചിട്ടില്ല, നമ്മുടെ കുടുംബ പശ്ചാത്തലം, നമ്മുടെ സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ ഇതൊക്കെ മക്കൾക്ക് പ്രതികൂലമായിരുന്നുവെങ്കിൽ ഒരു വളർച്ചയെ സ്വാധീനിക്കുകയോ വ്യക്തിത്വ വളർച്ചയോ സ്വഭാവ രൂപീകരണത്തെയോ പഠന മേഖലയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് അതൊക്കെ അവർക്ക് പരാജയമായി പലപ്പോഴും മാതാപിതാക്കളോട് തിരിച്ചോട് പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സ് വെച്ചിട്ടായിരിക്കത്തില്ല മക്കൾക്ക് അങ്ങനെ സംഭവിക്കണം, അവർക്ക് സ്നേഹം കുറഞ്ഞു പോകണം, അവർക്ക് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കത്തില്ല ഇതൊക്കെ സംഭവിച്ചു പോയത്. പക്ഷേ ഇന്ന് മക്കളുടെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിന് വലിയ അനുഗ്രഹത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ജെറമ്യാ പ്രവാചന പുസ്തകം 31-ാം അധ്യായം 20-ാം വചനം. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ, എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു, എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് കർത്താവിൻ്റെ കരുണ നിറയുവാൻ വേണ്ടി, പ്രത്യേകിച്ച് കർത്താവിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ, ഓമനക്കുട്ടന്മാരായി നമ്മുടെ മക്കൾ മാറുവാൻ, അവർക്ക് ലഭിക്കാതെ പോയ സ്നേഹം ഇനിയുള്ള ജീവിതത്തിൽ ദൈവസ്നേഹാനുഭവത്തിലൊക്കെ നിറയുവാൻ, ആന്തരിക വിശുദ്ധീകരണം സംഭവിച്ച് ആന്തരിക മുറിവുകളിൽ നിന്ന് സൗഖ്യം നേടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ മക്കൾക്കിടയാകട്ടെ. ആമീൻ. ജെറമ്യാ 31:20. എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ, എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു, എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുത്തെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ മക്കൾ എപ്പോഴും അനുഭവിക്കട്ടെ. ജീവിതത്തിലെ പല ചുറ്റുപാടുകളിലും അവർക്കുണ്ടാകുന്ന വേദനകളെ, അവരായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥകളിൽ പലപ്പോഴും മാതാപിതാക്കളാണ് അതിനൊക്കെ കാരണമെന്ന് ചിന്തിച്ചുകൊണ്ട് മക്കൾ മാതാപിതാക്കളോട് എതിരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയെ, അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ മക്കൾ നിറങ്ങി അംഗീകൃത്യമായ സ്നേഹാനുഭവത്തിൽ അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾ ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. യേശുവിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.